സ്നേഹ നമ്മളൊക്കെ സ്കൂൾ ടൈമില് നമ്മളെ ടീച്ചേഴ്സിനെയും ബാക്കിയുള്ള സ്റ്റാഫുകളെയൊക്കെ നമുക്കൊരു റെസ്പെക്ട് പേടി ബഹുമാനം എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ചില എന്താ പറയാ ടീച്ചേഴ്സിനോടൊക്കെ നമുക്കൊരു ദേഷ്യം. അതെന്തോന്ന് വെച്ചാൽ നമ്മളെ കാരണം കൊണ്ടാണ്. കാരണം നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ നമ്മളെ ചീത്ത പറയുമ്പോൾ ഓബിയസ്ലി എന്താവും, നമുക്ക് അവരോട് ദേഷ്യം വരും. പക്ഷെ ആ ദേഷ്യം ഉണ്ടെങ്കിലും നമ്മളത് ഒന്നും ചെയ്യില്ല. ആക്ച്വലി ഒരു റെസ്പെക്ട് ആണ്, റെസ്പെക്ട് പ്ലസ് ദേഷ്യമാണ് അത് വരിക. എന്താണ് ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കണ്ടത് ഒരു പയ്യൻ പാലക്കാട് ഭാഗത്താണ് പ്രിൻസിപ്പാളിനെ കേറിയിട്ട് തീർത്ത് കളയും. പുറത്താണെങ്കിൽ ഞാൻ തീർത്ത് കളയുന്നത്. ചെക്കൻ ഒരു 9 10 അങ്ങനെ എന്തോ ആണ് ചെക്കൻ അല്ലേ? +1 ആണ് ചെക്കൻ. +1 ആണ് ചെക്കൻ. ചെറിയ ചെക്കനാണ്. 1 ഡയലോഗാണ് ചെക്കൻ. 16 വയസ്സ് അങ്ങനെ പറയണം. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് സാറേ. പുറത്ത് കിട്ടിയാൽ തീർക്കും, കൊന്നിടും ഞാൻ. പാലക്കാട് പ്രധാന അധ്യാപകന് നേരെ +1 വിദ്യാർത്ഥിയുടെ കൊലവിളി. ഓക്കെ, അതാണ് പയ്യന്റെ ഫോട്ടോ നമുക്ക് കാണിക്കാൻ പറ്റില്ല. എന്താണ് ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഞാനത് ബ്ലർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന്. കൊന്നിട്ട് പറഞ്ഞു കൊന്നിടും. ഇന്നെ ഫോൺ കണ്ടോ? സ്കൂളിലേക്ക് ക്ലാസ്സിൽ ഫോൺ കൊണ്ടുപോയ വിഷയമാണ് അല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ മേ ബി ഇതൊരു സാറാണ് വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ തോന്നുന്നു ഇവൻ ചിലപ്പോൾ ഇതിന് മുമ്പ് വല്ല ഡയലോഗ് അടിച്ചിട്ടുണ്ടാവും. അപ്പൊ അടുത്തൊരു ഡയലോഗ് എന്താ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഇവന്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു വീഡിയോ അവർ എടുത്തു വെച്ചത്. ആൻഡ് ബൈ ദ വേ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു പിന്നെ സ്കൂളിലുള്ള ഒരുപാട് പേര്, ഞാൻ പേരും ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റില്ല, കുട്ടികൾ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അപ്പൊ കാട്ടലമ്പാണ്, അവിടുത്തെ കീരേരി അച്ചുവാണ്. അപ്പോ ടീച്ചേഴ്സിനൊന്നും ഒരു തരത്തിലും റെസ്പെക്ട് കൊടുക്കാറില്ല. ടീച്ചേഴ്സിനെയൊക്കെ വൻ രീതിയിൽ ഇതിനു മുമ്പും ഇതേപോലുള്ള പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കുട്ടികളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി പയ്യന്റെ ഈ ഒരു സ്വഭാവം ഇങ്ങനെ ആവുന്നത് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ പാരന്റിങ് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ അവൻ ഇടപഴകുന്ന സൊസൈറ്റി, അവന്റെ ചുറ്റുപാട്, അതാരൊക്കെ. ഇപ്പൊ ചില കുട്ടികളിപ്പോ +1 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരാണെങ്കിലും അവരുടെ കൂട്ടുകെട്ട് ചിലപ്പോൾ അവരെയൊക്കെ മൂത്തവരുടെ ആയിരിക്കാം. അവരെ കണ്ട് ചിലപ്പോൾ പഠിക്കുന്നതായിരിക്കും. പല ടൈപ്പുള്ള ആൾക്കാരായിരിക്കും, അത് കണ്ടു പഠിക്കുന്നതായിരിക്കാം. പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റുന്ന ഒരു ചാഞ്ഞ മരമാണ് സിനിമ കണ്ടത് കൊണ്ട് സിനിമയൊന്നുമല്ല. വീട്ടിനകത്ത് പാരന്റ്സ് എങ്ങനെ തമ്മിൽ ബിഹേവ് ചെയ്യുന്നു, അവരെങ്ങനെ ബാക്കിയുള്ളവരോട് ബിഹേവ് ചെയ്യുന്നു, അവർ ഈ കുട്ടിക്ക് കെയർ കൊടുക്കുന്നുണ്ടോ, ഇനി ഇവൻ പുറത്തിറങ്ങിയിട്ടുള്ളവന്റെ കൂട്ടുകെട്ട് ആരൊക്കെയാണ്, എങ്ങനെയാണ്. കുറച്ചു ദിവസം മുമ്പാണ് നമ്മൾ കണ്ടത് സ്വന്തം ഉമ്മാനെ തീർത്ത് കളഞ്ഞൊരു മകൻ. അപ്പൊ അങ്ങനെയൊക്കെ ഇത് ഇതെന്താ അറിയോ, ഇങ്ങനെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ വളരുന്നവര് ഏതെങ്കിലും ഇതേപോലെ ഒരു കോളം ന്യൂസിൽ വല്ല ടെറർ ന്യൂസിനകത്ത് എന്താവും, ഒരു പേരായിട്ട് മാത്രം ഒരു ഫോട്ടോ ഒരു പേരും ഒരു വീഡിയോയും വന്നിട്ട് അവരുടെ ലൈഫ് അവിടെ ഉണ്ട് ഇത് എൻ്റെ അടിക്കും. പിന്നെയുള്ളവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എല്ലാം പോയി. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയാണ്, നാട്ടുകാരുടെയും സൊസൈറ്റിയുടെ മുന്നിലും ഇങ്ങനെ ആയല്ലോ. ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യും, പിന്നെ ആ വഴിക്കാണ് പോകും. അങ്ങനെ മാറിപ്പോകുന്ന ജീവിതങ്ങളുണ്ട്. അങ്ങനെ മാറ്റി വിടരുത് ഒരിക്കലും. ആക്ച്വലി ഈ പയ്യനൊക്കെ ഞാൻ പറയുമ്പോൾ നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നല്ല ക്ലാസ് ഒക്കെ കൊടുത്തില്ലേ. ഇതില് ശരിക്കും എന്താ അറിയോ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തോന്നിയത്, ഇതിപ്പോ നമ്മളെ കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ പ്രിൻസിപ്പളിന് പ്രതികരിക്കാനും പറ്റും, ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊന്നും തിരിച്ചു ചെയ്യില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ നമുക്ക് ഇയാൾക്ക് ഈ പ്രിൻസിപ്പളിനെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇയാൾ 4 ദിവസം കത്തിയും കൊണ്ടുവന്ന് കുത്തി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ. അതൊന്നുമല്ല, ഈ ചെക്കൻ അടിച്ച ഡയലോഗ് കേട്ടോ, ഇന്ന ഇവിടുന്ന് മെന്റലി ഹരാസ് ചെയ്തു. കാരണം ഇപ്പൊ ഒരു ധൈര്യമാണ്, കാരണം സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാം ഭയങ്കര ആക്റ്റീവാണ്. ഈ ചെക്കൻ തന്നെ അറിയാം എന്ത് ഇന്ന ഇവിടെ ചെറിയ വയസ്സാണ്. ഈ സാറുമാർ എന്തെങ്കിലും തിരിച്ചു ഇവരോട് പറയുക ചെയ്തതിന് ബോക്സോ
അവര് കുടിക്കും, അവർക്ക് പ്രശ്നമാണ്. അത് മാത്രല്ല ഇവരുടെ കയ്യില് പറഞ്ഞ പോലെ അല്ല കത്തി എടുത്തിട്ട് നാളെ വന്ന് കുത്ത് കഴിഞ്ഞില്ലേ, ആ ഒരു പേടി എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സീനാണ്. കാരണം ചെക്കൻ പോയിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഇട്ടിട്ട് സ്കൂളിട്ട് ഹരാസ് ചെയ്ത് പരിപാടി. അതെ, പണ്ടൊന്നും ആർക്കും അങ്ങനത്തെ ചിന്തയില്ല ഒന്നുമില്ല, കാരണം അന്ന് ഫോണും ഇല്ലല്ലോ. അല്ല ഫോണൊക്കെ ഉണ്ട്, അല്ല ഞാൻ +1+2 പക്ഷെ ഇത്ര വലിയ ഫോൺ ഉപയോഗം ഇല്ലല്ലോ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ വലിയ ഫോൺ ഉണ്ടായിരുന്നു, ഫോണൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയന്റെ കാര്യം പറഞ്ഞത്. സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഇല്ല, വാട്സാപ്പ് ഒന്നും ആ സമയത്തൊന്നും ഉണ്ടായില്ലല്ലോ. ഇതിപ്പോ ഈ പലരും ലഹരി എന്നൊക്കെ പറയുന്നുണ്ട്, പലരും ലഹരിയുടെ കേസൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിലൊന്നും ഇപ്പൊ ഈ പയ്യനെ ലഹരിയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് കെട്ടേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു മെന്റാലിറ്റി ഭയങ്കര എല്ലാ കുട്ടികളുടെയും ഇപ്പൊ പുതിയ കുട്ടികളുടെ ഒക്കെ മെന്റാലിറ്റി ഭയങ്കര സീനാണ് സത്യം. എല്ലാവരും ഇല്ല, കുറച്ച് ആളുകൾ അല്ലേ കംപ്ലീറ്റ് ആളുകൾ നമുക്ക് അങ്ങനെ പറയണില്ല. പിന്നെ പറഞ്ഞാൽ കുറെയൊക്കെ ഞാൻ പറഞ്ഞ ടീച്ചേഴ്സിനും ഇപ്പോൾ ഞാൻ പറഞ്ഞ ടീച്ചേഴ്സിന് ഭയങ്കര വടിയെടുത്തിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോമിനൻസി കുട്ടികളുടെ മേത്ത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു തരം എന്തല്ലേ ഒരു എബിലിറ്റി വേണം, സ്നേഹത്തിൽ ഒരു ഇത് വേണം. കാരണം അതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറും. പിന്നെ ഈ അടുത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ടാട്ടോ അതും പുറത്തു വരുന്നത്. വട്ടം തിരിഞ്ഞടി, ഗ്യാങ് തിരിഞ്ഞടി സ്കൂളില് കോളേജിൽ, അതൊക്കെ നോക്കുമ്പോ ഇപ്പൊ നടക്കുന്ന നിസ്സാരം. പണ്ടൊക്കെ ഇതിലും വന്നടികൾ നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആരും അറിഞ്ഞില്ല എന്നുള്ള സംഭവമാണ്. പിന്നെ പറഞ്ഞാ ഇതെന്താ പറയാ, ഇതില് ഈ തീർത്ത് കളയും, ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് ഭയങ്കര ഒരു ചർച്ചയാവാൻ കാരണം മാറി വരുന്ന ജെൻസി ക്രൗഡിന്റെ ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഭയങ്കര ജെൻസിയായി. ഇതൊരു 2008-2007 ജനിച്ച ആൾക്കാരെ പോലെ എന്തായാലും. അതെ, അങ്ങനെ തന്നെ. അപ്പൊ പിന്നെ എന്താണെങ്കിലും ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, സ്കൂളുകളാണെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളെ കുട്ടികളെ മോണിറ്റർ ചെയ്യാം അല്ലേ. മക്കളെ ഇപ്പൊ നമ്മളെ അച്ഛനമ്മമാർ നമ്മളെ ഇപ്പൊ 90s കിഡ്സിനൊക്കെ നന്നായിട്ട് അറിയാം നമ്മളെയൊക്കെ എങ്ങനെയാണ് നമ്മളെ മാതാപിതാക്കൾ മോണിറ്റർ ചെയ്തത് അല്ലെ. ലിറ്ററലി ഇപ്പത്തെ പാരന്റ്സ് ഭയങ്കര ബിസിയാണ്, കുട്ടികളെ രണ്ടുപേരും ബിസി ലൈഫാണ്. ഇപ്പൊ നമ്മളെ പാരന്റ്സും ബിസി ആയിരുന്നു, പക്ഷെ അവര് നമ്മളെ വാച്ച് ചെയ്തിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് വളർന്ന സൊസൈറ്റിക്ക് അകത്ത് 8ലും 10ലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മാക്സിമം ഉള്ളത് ഒരു ബ്ലൂ ഫിലിം കാണാനുള്ള ഒരു CD, അല്ലാതെ എനിക്കൊരു പെൻ ഡ്രൈവ്. ഇനിയിപ്പോ ഏറിപ്പോയാൽ നമുക്കുള്ളത് മറ്റേ ഫയർ, മുത്തച്ചിപ്പി, നമുക്ക് ഈ സാധനങ്ങളുണ്ട്. ഇനിയിപ്പോ ലഹരി എന്നൊക്കെ പറഞ്ഞ് പോയാലാണ് ഏറിപ്പോയ മുറി സിഗരറ്റ്, എവിടെയെങ്കിലൊക്കെ മറ്റേ ആരെങ്കിലും വലിച്ചിട്ട പാക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചിട്ട കുപ്പീന്റെ അടിയിലുള്ള കുറച്ച് സാധനം. ലഹരിയുടെ ഒരു സംഗതി ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ എനിക്ക് ഏട്ടന്മാരായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ള, എന്നെ പ്രായത്തിനേക്കാൾ മൂത്തവര്. അവരൊക്കെ മാക്സിമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി 2 പെഗ് അടിക്കും, അല്ലാതെ സിഗരറ്റ് അടിക്കും. അത് നമ്മളെ നിർബന്ധിക്കില്ല അവരൊന്നും. ഞാൻ കണ്ട പ്രത്യേകത 90s കിഡ്സ് ആയ നമ്മുടെ മൂത്തവര് നമ്മളെ നിർബന്ധിച്ചിട്ടില്ല ഒന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇപ്പത്തെ അങ്ങനെയല്ല. ഇപ്പത്തെ സിറ്റുവേഷനിൽ എന്താ വെച്ചെങ്കിൽ നമ്മളെ വഴി തെറ്റിയാ നീയും വഴി തെറ്റ് എന്ന ചിന്താഗതിയാണ് ആ ഒരു സ്കീമിൽ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞൊരു ഫാക്ടർ, അതായത് ഈ കുട്ടികൾക്കുള്ള അവൈലബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതിനിപ്പോ സോഷ്യൽ മീഡിയനെ കുറ്റം പറഞ്ഞിട്ടോ ഫോണിനെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല, അതൊരു റീസണേ അല്ല. കാരണം ഇന്നവിറ്റബിൾ ആണ്, വരും തലമുറകൾക്കൊക്കെ ഇത് കൂടുക എന്നല്ലാതെ പറയാൻ പോകുന്നില്ല. എല്ലാ കുട്ടികളുടെയും പൈസ ഉണ്ട്, അതാണ് ഏറ്റവും രസം. അത് നല്ല കാര്യം. ഞാൻ പലരും മോശമില്ല, പൈസ ഉണ്ട്, അപ്പൊ പിന്നെ സാധനങ്ങൾ വാങ്ങാനും പർച്ചേസ് ചെയ്യാനും എളുപ്പമാണെന്ന് അറിയാം. പക്ഷെ എന്താ പറയാ, എനിക്ക് പൈസ വരുന്നത് നല്ലതാ ആക്ച്വലി. കാരണം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല, പോക്കറ്റ് മണി മാത്രമേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നുകൂടി പൈസ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഇത് ചെലവാക്കുന്നത് എങ്ങനെ, ഞാൻ ഉണ്ടാക്കുന്ന രീതികളും വ്യത്യാസം. ബാക്കി സാധനങ്ങളൊക്കെ വിറ്റുണ്ടാക്കുന്ന പരിപാടികളുണ്ട്. അങ്ങനത്തെ പണിയല്ലാതെ വളരെ മാന്യമായിട്ട് ഇപ്പം ജോലി ചെയ്ത് ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ എഡിറ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോ വഴി തെറ്റാൻ ഇപ്പത്തെ സൊസൈറ്റിയിൽ 100 വഴികളുണ്ട്. ഏത് ഭയങ്കര എളുപ്പമാണ്. ആ വഴിയിലൂടെ പോണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ ഇപ്പൊ പണ്ടത്തെ പോലെ ഈ ചെക്കനെ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കണം. കാരണം എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പണ്ടത്തെ പോലെ കുട്ടികളെ ഇരുത്തിയിട്ട് വായിൽ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം പറഞ്ഞ് അത്യാവശ്യം മനസ്സിലാവുന്ന ബോധവും വിവരവും ബുദ്ധിയും ഒക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉണ്ട്. അത് ഈ +1 നമ്മളൊക്കെ +1 +2 റബ്ബർ പന്ത് പറഞ്ഞ് കളിച്ച് നിന്ന സമയം പോലെ അല്ല. ഇവരിപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. സോ കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാക്കാനും പറ്റുന്ന ആളുകളുമാണ്.
അപ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ മനസ്സിലാവാത്തതും തലതിരിഞ്ഞു പോകുന്നവനുമാണെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ലടേ. സ്ട്രിക്റ്റ് ആയിട്ടൊന്നും കാര്യമില്ല. സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഒരു കാര്യമില്ല. സ്ട്രിക്റ്റ് ആയ കൂടുതൽ കയ്യിൽ നിന്ന് പോകുന്നല്ല, വേറെ ഒന്നും നടക്കാൻ പോണില്ല. ഇതാണെങ്കിലും സ്കൂളുകളിലെ കുട്ടികളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എനിക്ക് പഠനവിധേയമാക്കണം. സ്റ്റഡീസ് വരണം അതിനകത്ത്, സിലബസുകൾ മാറണം. ഇപ്പോഴും 90കളിലും 80കളിലൊക്കെ ഫോളോ ചെയ്തൊരു സാധനത്തിനകത്ത് ഇപ്പോഴും പോയിട്ടൊന്നും ദർ ഇസ് നോ യൂസ്. സംഗതിയൊക്കെ മാറണം അല്ലേ, കുറേ മാറണം. മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയായിട്ടാണ് നമ്മൾ പിന്നെയും ഞാൻ പിന്നെയും നോക്കാറുണ്ട്. ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ സിലബസും കാര്യങ്ങളല്ലേ, അവരെന്ത് പഠിപ്പിച്ചു, എങ്ങനെ പഠിപ്പിച്ചു നോക്കാറുണ്ട്. ഭയങ്കര ഫാഷനുമായിട്ടും ഒക്കെ നടക്കുന്ന കുട്ടികളുണ്ട്. 1ാം ക്ലാസ് 2ാം ക്ലാസ് കുട്ടികളൊക്കെ മുടി കളർ ചെയ്ത് മുടി കളർ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വരിക കുട്ടികളൊക്കെ. ഞാനൊക്കെ നമ്മളൊക്കെ ലിപ്സ്റ്റിക് കാണുന്ന സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ എത്തിയിട്ട് അത്തപ്പോഴും ഇല്ലെന്ന് വിചാരിക്കുക. എന്താണെങ്കിലും ജെൻസി കുട്ടികൾ ആറാടുകയാണ്. ന്യൂസ് ഫുള്ള് ജെൻസി കുട്ടികളെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോ. ഇങ്ങനത്തെ ആറാട്ട് കുറച്ച് കയ്യിൽ നിന്ന് പോണ പരിപാടിയാണ്. കാരണം ഓപ്പോസിറ്റിലുള്ള ആൾക്കാർക്കൊന്നും പറയാനും പറ്റുന്നില്ല നാളെ എന്ത് വരും ഇത് വരും എന്നുള്ളത്. കാരണം കുട്ടികൾക്കൊക്കെ നല്ല വിവരമുണ്ട്, എന്താ ചെയ്യണ്ട്, എവിടെ ചെയ്യണ്ട്, എന്ത് പോയിന്റ് ചെയ്യണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യം കൂടി ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടോ, കംപ്ലീറ്റ് നിങ്ങളൊന്ന് കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ പോകും അല്ലേ. ഞങ്ങളോട് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും സ്റ്റില്ലായിട്ട്. അല്ല സമാധി അല്ലെ ശ്രദ്ധിക്കും. ഏതമ്മമാർക്കും വേണേ മറുപടി പറയാം. ബാഗ് ചെക്ക് ചെയ്യും, കുട്ടികളോട് അന്ന് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിയും. അന്ന് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിയും. ആ പിന്നെ പിന്നെ പറ, അവര് പറഞ്ഞു തരും. ആ പിന്നെ 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 അത് മാത്രം പോരാ. ഇവനെ നോക്കിയേ, ഇങ്ങോട്ട് പോയെ. ഇവനെ ഇപ്പൊ നോക്കിയിട്ട് എന്ത് ഭാവമാണ് അവന്റെ മുഖത്തുള്ളത്? കള്ളലക്ഷണമുണ്ട്. കള്ളലക്ഷണമുണ്ട്. അല്ല, അവൻ എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ചിലപ്പോ ഒരു ഭയം കാണാം. അല്ലെ ഭയക്കേണ്ട കാര്യമില്ല, ഞാൻ അവനെ ദത്തെടുത്തിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ അവന്റെ മുഖം എന്തായിരിക്കും? ഇപ്പൊ ഒരു ചെറിയ ചിരിയില്ലേ ഉണ്ട്. ഇനി ഇവന് തലവേദനയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? ചോദ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടായിരിക്കും പിന്നെ പറയാം. ഇവന് തലവേദന എടുക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് നോക്കിയാൽ ആ വേദന അറിയാൻ പറ്റും അല്ലേ? അതുപോലെ നമ്മുടെ പെൺമക്കളുടെ ആയാലും മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, സങ്കടമാണോ, അവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് അവരുടെ മുഖത്തേക്ക് നോക്കണം. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരുമ്പോൾ മുഖത്തേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് സന്തോഷമാണോ, വിഷമമാണോ, ദുഃഖമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നാമത്തത്, അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അവരുടെ ചോദിക്കണം എന്താണ് അവരുടെ വിഷമത്തിന് കാരണം എന്ന് ചോദിക്കണം. അത് മനസ്സിലാക്കണം. രണ്ടാമത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ മുഖത്ത് നോക്കി 2 വാക്ക് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖഭാവം നമുക്കറിയാൻ പറ്റും, അവരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതിന് കാരണം മനസ്സിലായോ? അതായത് കഴിഞ്ഞ ദിവസം പത്രം വായിക്കത്തില്ലല്ലോ, നല്ല ശീലമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ ബാഗ് അമ്മ പരിശോധിച്ചപ്പോൾ 2500 രൂപ വിലയിരുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ആ ബാഗിൽ നിന്ന് കിട്ടി. ആ 4ാം ക്ലാസ്സുകാരിയായ 9കാരിക്ക് എവിടെ നിന്നാണ് ഇലക്ട്രോണിക് സിഗരറ്റ് കിട്ടിയത് നമ്മൾ ചിന്തിക്കണ്ടേ? എവിടുന്ന് കിട്ടി? 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ MDMA. എന്താണ് MDMA അറിയോ? മാരകമായ മയക്കുമരുന്നായിട്ടുള്ള MDMA ആണ് 8ാം ക്ലാസ്സുകാരിയായ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്ന് അറിയണ്ടേ? 8ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം എന്തായി? ആ കുട്ടിയെ ഈ MDMA ചെറുതായിട്ട് കൊടുത്തിട്ട്, ക്രീം ബിസ്ക്കറ്റിനകത്ത് MDMA കൊടുത്തിട്ട് ആ കുട്ടിയുടെ നഗ്നമായ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ MDMAയുടെ കാരിയറാക്കി മാറ്റി, എന്നുവെച്ചാൽ വിൽപ്പനക്കാരിയാക്കി മാറ്റി. 13ാമത്തെ ദിവസം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ്, ഞങ്ങൾ കേസെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദയവായി എന്ത് ചെയ്യണം? നമ്മളുടെ മക്കളുമാരെ കെയർഫുൾ ആകാൻ വേണ്ടി നോക്കുക. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ മക്കളുമാരെ വളരെ കെയർഫുൾ ആകണം. അവരുടെ കാര്യങ്ങൾ സംസാരിക്കണം. ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്, അതായത് മക്കളുമാരും അമ്മയും തമ്മിലൊരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം. സംസാരിക്കണം, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. സമാധിയായിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ ബൈ.